അവതാരകയായി തിളങ്ങി പിന്നീട് ബിഗ് സ്ക്രീനിലും സാന്നിധ്യം അറിയിച്ച താരമാണ് ജുവൽ മേരി. ഇങ്ങനെ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ പെട്ടെന്നാണ് അതിൽ നിന്നെല്ലാം മാറി നിന്നത്. എന്തുകൊണ്ടാണ് താൻ പലയിടങ്ങളിൽ നിന്നും മാറി നിന്നു എന്നതിന് കൃത്യവും വ്യക്തവുമായ ഉത്തരവുമായാണ് ജുവൽ ഇപ്പോഴെത്തിയിരിക്കുന്നത്. വിവാഹമോചനം, ക്യാൻസർ എന്നീ വിഷമഘട്ടങ്ങൾ താൻ അതിജീവിച്ചെന്നും ജുവൽ തുറന്നു പറയുകയാണ്. 2015-ലാണ് ജുവൽ മേരി വിവാഹിതയായത്. ടെലിവിഷൻ പ്രൊഡ്യൂസർ ജെൻസൺ സക്കറിയായിരുന്നു ജുവലിനെ വിവാഹം ചെയ്തത്. താനിപ്പോൾ നിയമപരമായി വിവാഹമോചിതയാണെന്നാണ് ജുവൽ പറയുന്നത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ വിവാഹിതയായിരുന്നു, പിന്നെ ഡിവോഴ്സ് ചെയ്തു. ഫൈറ്റ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങിയ ഒരാളാണ് ഞാൻ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അങ്ങനെ വിജയം നേടി. ഡിവോഴ്സ് ആയിട്ട് 1 വർഷമാകുന്നതേയുള്ളൂ. 2021 മുതൽ ഞാൻ സെപ്പറേറ്റഡ് ആയി ജീവിക്കാൻ തുടങ്ങി. 2023-ൽ തനിക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചെന്നും ജുവൽ പറയുന്നു. 3-4 വർഷം കഴിഞ്ഞാണ് എനിക്ക് ഡിവോഴ്സ് കിട്ടിയത്. മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ 6 മാസം കൊണ്ട് കിട്ടും. മ്യൂച്വൽ കിട്ടാൻ വേണ്ടി ഞാൻ നടന്ന് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഡിവോഴ്സ് ആണ്. അന്ന് കയ്യിൽ സ്റ്റാർ സിംഗ് ഒക്കെ ചെയ്തതിന്റെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഇനിയെങ്കിലും ലൈഫ് ആസ്വദിക്കണം, സന്തോഷിക്കണം, ഇങ്ങനെ കരുതി. അങ്ങനെ ലണ്ടനിൽ എനിക്കൊരു ഷോ വന്നു. ഒരുപാട് യാത്രകൾ ചെയ്തു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു കൊച്ചിയിൽ വന്നു. കയ്യിലുള്ള കാശൊക്കെ പൊട്ടിച്ചു. തിരിച്ചു വന്ന് ഇനിയും വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയാമായിരുന്നു. അന്ന് 7 വർഷത്തിന് മുകളിലായി തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്. പിന്നെ എന്റെ ഇന്റേണൽ ട്രോമയും. PCOD, തൈറോയ്ഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനാൽ റെഗുലർ ചെക്കപ്പിന് പോയി. അന്ന് വരെ എനിക്ക് ലക്ഷണങ്ങളൊന്നുമില്ലായിരുന്നു. ആകപ്പാടെ ചുമയ്ക്കുമ്പോൾ കഫം എക്സ്ട്രാ വരും, അത്രമാത്രം. എപ്പോഴും ത്രോട്ട് ക്ലിയർ ചെയ്യണം. ഒരു സ്കാൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ BSc നഴ്സിംഗ് പഠിച്ച ആളാണ്. അവർ മാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കയ്യും കാലും തണുക്കാൻ തുടങ്ങി. കാരണം സ്കാൻ ചെയ്തവരുടെ മുഖം മാറുന്നുണ്ട്. നമുക്കൊരു ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ കാലുറഞ്ഞു പോയി. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഭയങ്കര പേടിയായിരുന്നു. ഇല്ല മാഡം, അതെടുക്കണമെന്ന് അവർ പറഞ്ഞു. അന്ന് തന്നെ ബയോപ്സി എടുത്തു. ഡോക്ടർ എനിക്ക് ഏകദേശം സൂചന തന്നിരുന്നു. 15 ദിവസം കഴിയും റിസൾട്ട് വരാൻ. റിസൾട്ട് വന്നപ്പോൾ ഒന്നുകൂടെ ബയോപ്സി എടുക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. സർജറി കഴിഞ്ഞപ്പോൾ സൗണ്ട് പോയി. അത് സ്വാഭാവികമായ കാര്യമാണ്. പിന്നെ എല്ലാം ശരിയായെന്നും ജുവൽ വ്യക്തമാക്കുന്നു. ഇതാദ്യമായാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം തന്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ സംഭവത്തെപ്പറ്റി ജുവൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നത്.